ഹായ് ഫ്രണ്ട്സ്, വർക്ക് ഫ്രം ഹോം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ വരണമെങ്കിൽ, നമുക്ക് ഇവിടുന്ന് ഒരു ഏണിങ്സ് കിട്ടണമെങ്കിൽ DSAT എന്നൊരു ഓൺലൈൻ ടെസ്റ്റ് നമ്മൾ എഴുതണം അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു DSAT ടെസ്റ്റ് എഴുതുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. നമ്മൾ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്തു. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ സാമ്പിൾ വർക്കുകളൊക്കെ ചെയ്ത് നോക്കി ജെനുവിൻ ആണെന്ന് മനസ്സിലായി. നിങ്ങൾക്കിവിടെ ആക്റ്റീവായിട്ട് വരണമെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുക. ഈ ഡാഷ്ബോർഡിൽ തന്നെ അവിടെ എഴുതി കാണും യു മസ്റ്റ് കംപ്ലീറ്റ് ദ ടെസ്റ്റ് ടു സ്റ്റാർട്ട് യുവർ ടാസ്ക്. അവിടെ ആ നീല കളർ കണ്ടോ, ടേക്ക് ടെസ്റ്റ്, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടെസ്റ്റിന് എമൗണ്ട് ഒരു 1000 രൂപ ഫീ വരുന്നുണ്ട്. പക്ഷെ അതിന് നമുക്കിവിടെ നിന്ന് എന്ത് ഡിജിറ്റൽ പ്രൊഡക്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ നമുക്കിവിടെ 1 രൂപ പോലും നഷ്ടമായിട്ട് വരുന്നില്ല കേട്ടോ. ഈ DSAT എന്നുള്ളതാണ് നമ്മൾ എഴുതാൻ പോകുന്ന ഈ ഒരു ടെസ്റ്റ്. ഇൻ്റർനെറ്റ് ആർബിറ്റിൻ്റെ DSAT എന്ന ടെസ്റ്റാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. അവിടെ റെഡ് കളറിൽ ടേക്ക് ടെസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കണ്ടിന്യൂ DSAT കൊടുക്കാം. ഇവിടെ നമ്മുടെ പേര് കാണിക്കുന്നുണ്ട്, ഇമെയിൽ ID, ഫോൺ നമ്പർ, ടെസ്റ്റിൻ്റെ ഫീ എത്രയാണ്, കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് 3 കാര്യങ്ങൾ കാണിക്കും. യൂസ് പേയ്മെൻറ്റ് ഗേറ്റ്വേ, യൂസ് മാനുവൽ UPI, യൂസ് ടാസ്ക് മന്ത്ര പോയിൻ്റ്. ഇതിൽ പേയ്മെൻറ്റ് ഗേറ്റ്വേ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. ആ ഒരു ഗ്രീൻ കളറിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇൻ കേസ് നമ്മൾ ചെയ്ത പേയ്മെൻറ്റ് ഫെയിൽ ആയിക്കഴിഞ്ഞാൽ അത് റെഡിയാക്കാനുള്ളതാണ് മാനുവൽ UPI. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുന്നത് വരെ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പേ നൗ, നമുക്ക് ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്യാം. ഫോൺ പേ, പേടിഎം, കാർഡ് എല്ലാ വഴിയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പോൾ ഈ ടെസ്റ്റ് എഴുതുന്ന ആൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ ഗൂഗിൾ പേ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, ആരാണോ അവരെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് ക്യാഷ് അയച്ചു കൊടുത്തുകൊണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ. ഏതെങ്കിലും ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. ആ ഒരു ഗൂഗിൾ പേയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ പേ നൗ എന്ന് കൊടുക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് നമ്മുടെ ഗൂഗിൾ പേയിലേക്കാണ് ഇത് പോകുന്നത്. ഓക്കെ, പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഴുതി കാണിക്കും പേയ്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത് വരെ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കേട്ടോ. പേയ്മെൻറ്റ് ഓക്കെ ആകുന്ന സമയത്ത് നമ്മുടെ KYC ഡീറ്റെയിൽസ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. 18 വയസ്സ് തികഞ്ഞ ഒരു സ്ത്രീ ആയിരിക്കണം ഇവിടെ വർക്ക് ചെയ്യാൻ വരുന്ന ഒരാൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ എന്തെങ്കിലും ഒരു പ്രൂഫ് കൊടുക്കാം. നമുക്ക് ആധാർ കാർഡോ വോട്ടർ ID ഡ്രൈവിംഗ് ലൈസൻസോ എന്താണോ നമ്മുടെ പ്രൂഫ്, അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഫ്രണ്ടും ബാക്കും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പ്രൂഫ് നമ്പർ കാര്യങ്ങളൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ KYC ഓക്കെ എന്ന് കാണിക്കും. 30 മിനിറ്റ് ടൈം ഉണ്ടാകും. പിന്നെ 25 ക്വസ്റ്റ്യൻ ആണ്. ഓരോ ക്വസ്റ്റ്യനും 4 പോയിൻ്റ് വീതമാണ്. അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ എങ്കിലും ആൻസർ കറക്റ്റായിട്ട് നമുക്ക് മിനിമം 40 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ഓക്കെ ആകാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ പേയ്മെൻറ്റ് ഫെയിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.